നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, വയനാട്. ഉത്തരം മലപ്പുറം. കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏത്? പേരമ്പാടി ചുരം, ആര്യങ്കാവ് ചുരം, പാലക്കാട് ചുരം, താമരശ്ശേരി ചുരം. ഉത്തരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? മീശപ്പുലിമല, ആനമുടി, അഗസ്ത്യമല ഇവയൊന്നുമല്ല. ഉത്തരം ആനമുടി. കേരളത്തിൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം ഏത്? നിലമ്പൂർ, മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ. ഉത്തരം മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത്? പാലക്കാട്, ഇടുക്കി, കണ്ണൂർ, വയനാട്. ഉത്തരം ഇടുക്കി. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? പമ്പ, കബനി, പാമ്പാർ, മണിമലയാർ. ഉത്തരം പമ്പ. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? ചാലിയാർ, നെയ്യാർ, പാമ്പാർ, മണിമലയാർ. ഉത്തരം പാമ്പാർ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പത്തനംതിട്ട, വയനാട്, കൊല്ലം, പാലക്കാട്. ഉത്തരം വയനാട്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ നടക്കുന്ന കായൽ ഏത്? പുന്നമടക്കായൽ, വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, വെള്ളായണിക്കായൽ. ഉത്തരം പുന്നമടക്കായൽ. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? 6, 8, 9, 5. ഉത്തരം 9. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല ഏത്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ്. ഉത്തരം വയനാട്. കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്ര? 18, 20, 19, 15. ഉത്തരം 20. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, തൃശൂർ. ഉത്തരം മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? പറമ്പിക്കുളം, മുത്തങ്ങ, പെരിയാർ, നെയ്യാർ. ഉത്തരം പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട്, കുമരകം, കടലുണ്ടി, മംഗളവനം. ഉത്തരം തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട്, കുമരകം, കടലുണ്ടി, മംഗളവനം. ഉത്തരം മംഗളവനം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോട്ടയം. ഉത്തരം തൃശൂർ. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത്? കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോട്ടയം. ഈ ചോദ്യത്തിന് ഉത്തരം കമന്റായി രേഖപ്പെടുത്തൂ.